പ്രിയ സുഹൃത്തുക്കളെ, സ്വാഗതം. ഇന്നത്തെ PSC ക്യാപ്സ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ്-19നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ്. PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാപ്സ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലൊരു നോട്ട് ബുക്കും പേനയും റെഡിയാക്കി വെക്കുക. ഇവിടെ പറയുന്ന വസ്തുതകൾ നോട്ട് ബുക്കിൽ ഭംഗിയായും ക്രമത്തിലും നോട്ട് ചെയ്ത് പഠിക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക. റിവൈസ് ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. ഓരോ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കത്തക്ക വിധം മനസ്സിരുത്തി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ശരി, നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, 2020 എന്ന വർഷം തുടങ്ങുന്നത് തന്നെ ലോകം കോവിഡ്-19 എന്ന മഹാമാരിയുടെ ഭീതിതമായ വാർത്തയോടെയായിരുന്നു. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും കോവിഡ്-19 വ്യാപിച്ചു. സാധാരണ രീതിയിലുള്ള പകർച്ചവ്യാധി ആയിരുന്നില്ല കോവിഡ്-19. ഒരു രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഭൂഖണ്ഡത്തിലേക്കോ വ്യാപിച്ച് ലോകത്താകമാനം പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള അത്യപൂർവമായ ഒരു രോഗമാണ് കോവിഡ്. ഈ തരത്തിലുള്ള രോഗത്തെ വൈദ്യശാസ്ത്രത്തിൽ പാൻഡമിക്, അതായത് മഹാമാരി എന്ന വിഭാഗത്തിലാണ് കോവിഡ് പെടുത്തിയിരിക്കുന്നത്. കോവിഡ് മഹാമാരി ഭീതിയിൽ നിന്നും രക്ഷ നേടാൻ ലോകത്തിലെ വൻ നഗരങ്ങളടക്കം പട്ടണങ്ങളും ഗ്രാമങ്ങളും അടച്ചു പൂട്ടേണ്ടി വന്നു. ഈ അടച്ചുപൂട്ടൽ ലോക്ക്ഡൗൺ എന്ന് പോപ്പുലറായി അറിയപ്പെടുന്നു. 2020 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ലോക്ക്ഡൗൺ ആണ്. ഇനി നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. കോവിഡ്-19 എന്നതിൻ്റെ പൂർണ്ണ രൂപം ആണ്, അതായത് ഫുൾ ഫോം ആണ് കൊറോണ വൈറസ് ഡിസീസ് 2019. കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നതിൻ്റെ ചുരുക്കിയ രൂപമാണ് കോവിഡ്-19. കൊറോണ എന്നത് ലാറ്റിൻ പദമാണ്, ഇംഗ്ലീഷ് വേർഡല്ല, ലാറ്റിൻ പദമാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം അഥവാ പ്രഭാവലയം എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം കിരീടം എന്നാണ്. വെറും കിരീടമല്ല, മുൾക്കിരീടം, ക്രൗൺ. അപ്പം കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ക്രൗൺ അഥവാ മുൾക്കിരീടം എന്നാണ്. കൊറോണ വൈറസിൻ്റെ ആകൃതി നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും TV-കളിലൂടെയും കണ്ട് സുപരിചിതമായിരിക്കും. ഗോളാകൃതിയിലുള്ള കൊറോണ വൈറസിൻ്റെ ഉപരിതലം മുഴുവനും മുള്ളുകൾ പോലെ നിറഞ്ഞ ഭാഗങ്ങൾ ഉണ്ട്. കൊറോണ എന്നത് SARS-CoV-2 എന്ന ഒരു തരം വൈറസ് ആണ്. SARS-CoV-2 എന്നത് ജനിതകപരമായി RNA വൈറസ് ആണ്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നൽകിയിട്ടുള്ള പേര് ആണ് കോവിഡ്-19. അടുത്തത് 2020 മാർച്ച് 11 ലോകാരോഗ്യ സംഘടന അഥവാ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ്-19 മഹാമാരി അഥവാ പാൻഡമിക്കായി പ്രഖ്യാപിച്ചു. ഇതിൽ ഇയറും ഡേറ്റും പഠിച്ചു വെക്കണം. 2020 മാർച്ച് 11 ആണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ്-19 മഹാമാരിയായി പ്രഖ്യാപിച്ചത്. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ രാജ്യം ചൈനയാണ്. ശരിക്കും 2019 നവംബറിൽ തന്നെ കോവിഡ് വ്യാപനം ചൈനയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും 2019 ഡിസംബർ 31 കോവിഡ്-19 ആദ്യമായി ലോകത്ത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2019 ഡിസംബർ 31
COVID-19 ആദ്യമായി ലോകത്ത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ചൈനയിലെ ഹ്യൂബെയ് എന്ന പ്രവിശ്യയുടെ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം പ്രവിശ്യയുടെ തലസ്ഥാനമായ വുഹാൻ എന്ന പട്ടണത്തിലാണ് COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഹ്വാനൻ മാംസ മാർക്കറ്റിലാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും കൊറോണ വൈറസ് വ്യാപനം ഉണ്ടായി. ചൈനക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം തായ്ലൻഡ് ആണ്. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബ്രസീലിൽ ആണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം ആണ്. അത് ഓർമ്മിച്ച് നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം ആണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായി ഇന്ത്യയിൽ COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പം തൃശ്ശൂർ ജില്ല കഴിഞ്ഞ അടുത്തത് കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. മൂന്നാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. ഇതും മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകത്തിലാണ്. കർണാടകത്തിലെ കൽബുർഗിയിലാണ് കോവിഡ് ബാധയേറ്റ് ആദ്യ മരണം നടന്നത്. ഇനി കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശം ആണ്. കൊറോണ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് 14 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഇൻക്യുബേഷൻ പീരിയഡ് കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് കോവിഡ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ശരീരസ്രവങ്ങളിൽ നിന്നുമാണ് COVID-19 പടരുന്നത്. അടുത്തത്, ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സമ്പർക്കം വഴിയോ ശരീരസ്രവത്തിലൂടെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക്, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പടരുന്നു. കൊറോണ ബാധയെ തുടർന്ന് 2020 ജനുവരി 30 ഇയറും ഡേറ്റും പഠിച്ചു നോക്കുക. 2020 ജനുവരി 30 ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30 ഇനി കൊറോണ വൈറസ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആണ് ലിവൻ ലിയാങ്. അപ്പം ലിവൻ ലിയാങ് എന്ന ശാസ്ത്രജ്ഞൻ ആണ് കൊറോണ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. കൊറോണ രോഗത്തിന് ശാസ്ത്രജ്ഞൻ നിർദ്ദേശിച്ച പേര് നോവൽ കൊറോണ വൈറസ് എന്നാണ്. നോവൽ എന്നാൽ ന്യൂ, അതായത് പുതിയത് എന്നാണ് അർത്ഥം. അടുത്തത്, COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം 2020 മാർച്ച് 22 ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചു. അപ്പം 2020 മാർച്ച് 22 ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത്. ഇയറും ഡേറ്റ് ഓർമ്മിച്ച് നോക്കണം. അതിനുശേഷം 2020 മാർച്ച് 25 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചു. കോവിഡിനെ കേരള സർക്കാർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ അഥവാ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. തുടർന്ന് കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അടുത്തതൊരു ചോദ്യം, COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. അപ്പം രാജസ്ഥാൻ ആയിരുന്നു COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം. അടുത്തത്,
കൊറോണയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിന് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ക്യാമ്പയിൻ ആയിരുന്നു ബ്രേക്ക് ദി ചെയിൻ. അപ്പം ബ്രേക്ക് ദി ചെയിൻ എന്നത് കൊറോണയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിന് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ക്യാമ്പയിൻ ആയിരുന്നു. ഇനി ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സംരംഭമായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ. അതുപോലെ കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും കൊറോണ കാലത്ത് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ ആണ് ദിശ 1056. ദിശ 1056 1056 എന്നത് കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ ആണ്, ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. കോവിഡ്-19 കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് മൊബൈൽ ആപ്പ് ആണ് GOK ഡയറക്റ്റ്, ഗവൺമെൻറ് ഓഫ് കേരള ഡയറക്റ്റ്. GOK ഡയറക്റ്റ് എന്നത് കോവിഡ്-19 കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് ആണ്. അടുത്തത് കോവിഡ്-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആണ് 1075 1075 1075 എന്നത് കോവിഡ്-19 ബന്ധപ്പെട്ട സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആണ്. ഇനി അടുത്തത് ആരോഗ്യ സേതു ആപ്പ്. കോവിഡ്-19 നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൊറോണ വൈറസ് ട്രാക്കിംഗ് മൊബൈൽ ആപ്പ് ആണ് ആരോഗ്യ സേതു. അത് മനസ്സിലാക്കി വെക്കുക. ആരോഗ്യ സേതു എന്നത് കോവിഡ്-19 നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൊറോണ വൈറസ് ട്രാക്കിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു. ആരോഗ്യ സേതുവിലേക്ക് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പറാണ് 1921 1921. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020 കൊണ്ടുവന്നു. ഇത് ഓർഡിനൻസാണ്. അപ്പം എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020 എന്നത് കോവിഡ് എന്ന പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ആണ്. 2020 ഏപ്രിൽ 22 എപ്പിഡമിക് ഡിസീസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നു. അപ്പം എപ്പിഡമിക് ഡിസീസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് 2020 ഏപ്രിൽ 22 അടുത്തത് ഒരു ചോദ്യം. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് വേണ്ടി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്പറേഷൻ ഷീൽഡ്. അപ്പം ഓപ്പറേഷൻ ഷീൽഡ് എന്ന ദൗത്യമാണ് കോവിഡ്-19 വ്യാപനം തടയുന്നതിന് കോവിഡ്-19 വ്യാപനം തടയുന്നതിന് വേണ്ടി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതി, മിഷൻ, ദൗത്യം. അടുത്തത് കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ. ഓപ്പറേഷൻ നമസ്തേ എന്നത് കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി അഥവാ മിഷൻ ആണ് ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ യാത്രാവിലക്കു കാരണം വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ രൂപം നൽകിയ ദൗത്യമാണ്
വന്ദേ ഭാരത് മിഷൻ. കോവിഡ് വ്യാപന സമയത്ത് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിൽ എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടിയാണ് സമുദ്രസേതു എന്നറിയപ്പെടുന്നത്. സമുദ്രസേതു എന്നത് കോവിഡ് വ്യാപന സമയത്ത് വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിൽ എത്തിക്കുവാൻ വേണ്ടി ഇന്ത്യൻ നേവി ആരംഭിച്ച സൈനിക നടപടിയാണ്, ദൗത്യമാണ് സമുദ്രസേതു. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ ഇന്ത്യയിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാശ്രയ ഇന്ത്യ എന്ന 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ എന്ന 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ വേണ്ടിയാണ് ഈ ഉത്തേജക പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് മാത്രമല്ല, മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും കൊറോണ വൈറസ് പകരുന്നുണ്ട്. മനുഷ്യരിൽ നിന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവയാണ്. ന്യൂയോർക്കിലെ ബേൺസ് മൃഗശാലയിലെ നാദ്രിയ എന്ന കടുവയ്ക്കാണ് കോവിഡ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി അടുത്തത് കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഇവയാണ്. 1. കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ചുരുങ്ങിയത് 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മൂക്കും വായും തൂവാല ഉപയോഗിച്ച് ഫേസ് മാസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മൂടുക. ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ ഫേസ് മാസ്ക് ധരിക്കുക. ആരോഗ്യ വിദഗ്ധർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തതായി നിർദ്ദേശിക്കുന്നത് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുക. കൈകളും അതുപോലെ മറ്റുള്ള ശരീരഭാഗങ്ങളൊക്കെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുക. അതുപോലെ നല്ലതുപോലെ വ്യക്തി ശുചിത്വം പാലിക്കുക. പിന്നെ പോഷക സമൃദ്ധമായതും പ്രതിരോധശേഷി കൂട്ടുന്നതുമായ ഭക്ഷണം കഴിക്കുക. ഇവയൊക്കെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ. കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. ഇനി അടുത്തത്, കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ കോവിഡിന് വാക്സിൻ ഉണ്ടായിരുന്നില്ല, മരുന്ന് ഉണ്ടായിരുന്നില്ല കോവിഡിന്. ആ സമയത്ത് കോവിഡ് പ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് മലേറിയയുടെ മരുന്നായിരുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്നാണ് കോവിഡ് പ്രതിരോധത്തിനായി ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അമേരിക്കയിലേക്കും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചതായി ഓർമ്മിക്കുക. അടുത്തത് കോവിഡ് രോഗനിർണയ ടെസ്റ്റുകൾ. കോവിഡ് രോഗനിർണയത്തിനായി നടത്തപ്പെടുന്ന പ്രചാരത്തിലുള്ള ടെസ്റ്റുകൾ ആണ്: 1. ആൻറ്റിജൻ ടെസ്റ്റ്, 2. ആൻറ്റിബോഡി ടെസ്റ്റ്, പിന്നെ RT-PCR ടെസ്റ്റ്. ഇതിൽ ആൻറ്റിജൻ ടെസ്റ്റ് വഴി രോഗനിർണയം അഥവാ ടെസ്റ്റ് റിസൾട്ട് പെട്ടെന്ന് ലഭിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ ടെസ്റ്റ് റിസൾട്ട് ലഭിക്കുന്നു. അതിനാൽ കൂടുതൽ പോപ്പുലാരിറ്റി ആൻറ്റിജൻ ടെസ്റ്റിനാണ്. അടുത്തത് RT-PCR ടെസ്റ്റ്. RT-PCR എന്നാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് RT-PCR എന്നതിൻ്റെ പൂർണ്ണരൂപം. ഇനി RT-PCR ടെസ്റ്റിൽ വൈറസിൻ്റെ ന്യൂക്ലിക് ആസിഡ് ഭാഗമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. കൊറോണ വൈറസ് ഒരു RNA
ജനിതകപരമായി RNA വൈറസാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇതിലെ ന്യൂക്ലിക് ആസിഡ് ഭാഗമാണ് RT-PCR ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ആൻറ്റിജൻ ടെസ്റ്റിൽ വൈറസിൻ്റെ പ്രോട്ടീൻ പുറന്തോട് ഭാഗമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. പിന്നെ ഏത് ടെസ്റ്റായാലും മൂക്കിൽ നിന്ന് അഥവാ തൊണ്ടയിൽ നിന്ന് എടുക്കുന്ന സ്രവ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. RT-PCR ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ അധിക സമയം ആവശ്യമാണ്. എന്നിരുന്നാലും ടെസ്റ്റ് റിസൾട്ട് കൃത്യത, അക്യുറസി, ടെസ്റ്റ് റിസൾട്ടിൻ്റെ അക്യുറസി കൂടുതൽ RT-PCR ടെസ്റ്റിനാണ്. അടുത്തത് ആൻറ്റിബോഡി ടെസ്റ്റ്. ആൻറ്റിബോഡി ടെസ്റ്റിൽ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി അഥവാ പ്രതിവസ്തു പരിശോധിച്ച് ആണ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുന്നത്. കൊറോണ വൈറസിൻ്റെ ആകൃതി അഥവാ ഷേപ്പ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും. അതിൻ്റെ ഫോട്ടോ, കൊറോണ വൈറസിൻ്റെ ഫോട്ടോ, അത് ചിത്രം ഇത്രയും നാളും, അതായത് കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായിട്ട് പത്രവാർത്താ മാധ്യമങ്ങളിലും TV-കളിലുമൊക്കെ നിറഞ്ഞ ഒരു ചിത്രമാണ് കൊറോണ വൈറസിൻ്റെ ഷേപ്പ്. ഗോളാകൃതിയാണ്. കൂർത്ത അഗ്രങ്ങൾ ഉള്ള ഗോളാകൃതിയോടുകൂടിയ ക്രൗൺ അഥവാ മുൾക്കിരീടം ആണ് കൊറോണ വൈറസിൻ്റെ ആകൃതി. കൊറോണ എന്നത് ലാറ്റിൻ വാക്കാണ്. ഇംഗ്ലീഷ് വേർഡെല്ലാം മുന്നേ പറഞ്ഞു. ലാറ്റിൻ വാക്കാണ്. കൊറോണ എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടം, അതായത് മുൾക്കിരീടം എന്നാണ്. ഇനി അടുത്തത്, കോവിഡ് വ്യാപിച്ച ആദ്യഘട്ടത്തിൽ പ്രതിരോധ വാക്സിൻ അഥവാ മരുന്ന് ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളും കൊറോണ വാക്സിൻ അഥവാ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച് മനുഷ്യരിൽ പരീക്ഷിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നത്തിൽ ആയിരുന്നു. അടുത്തതായി, കോവിഡ് വാക്സിൻ വികസിപ്പിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന മരുന്ന് ഗവേഷണ പദ്ധതിയാണ് സോളിഡാരിറ്റി. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ആണ് സ്പുട്നിക് 5. അപ്പം സ്പുട്നിക് 5 ആണ് റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ. ഇനി സ്പുട്നിക് 5-ന് ശേഷം റഷ്യ വികസിപ്പിച്ച രണ്ടാമത്തെ വാക്സിൻ ആണ് എപ്പിവാക് കൊറോണ. റഷ്യ വികസിപ്പിച്ച ആദ്യത്തെ കൊറോണ വാക്സിനാണ് സ്പുട്നിക് 5. രണ്ടാമത് വികസിപ്പിച്ച എപ്പിവാക് കൊറോണ. ഇനി കോവിഡ് വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച രാജ്യം USA ആണ്. വാക്സിൻ്റെ പേര് mRNA 1273. mRNA 1273 എന്നതാണ്. USA മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യത്തെ വാക്സിൻ, കോവിഡ് വാക്സിൻ. പിന്നെ ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിൻ ആണ് ഫൈസർ വാക്സിൻ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ. അപ്പോൾ കോവാക്സിൻ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ്. കോവാക്സിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ. അപ്പം കോവാക്സിൻ്റെ നിർമ്മാതാക്കൾ ഭാരത് ബയോടെക് ആണ്, ഓർമ്മിക്കുക. അതുപോലെ അടുത്ത വാക്സിൻ, ഇന്ത്യയിൽ നിർമ്മിച്ച അടുത്ത വാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രാസെനക്കയുടെയും സഹകരണത്തിൽ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ ആണ് കോവിഷീൽഡ്. കോവിഷീൽഡ് എന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രാസെനക്കയുടെ സഹകരണത്തിൽ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ആണ്.
ഈ കോവാക്സിനും കോവിഷീൽഡ് വാക്സിൻ, കോവാക്സിൻ, കോവിഷീൽഡ് വാക്സിൻ, ഈ 2 വാക്സിനാണ് നിലവിൽ ഇന്ത്യയിൽ നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള അനുമതി നേടിയിരിക്കുന്നത്. അടുത്തതായി PPE കിറ്റ്. COVID-19 വാർഡിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കിറ്റാണ് PPE കിറ്റ്. PPE എന്നാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്നാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്നതാണ് PPE യുടെ ഫുൾ ഫോം. ഈ PPE കിറ്റ് ഉപയോഗിക്കുന്നത് ആവശ്യം ഇതാണ്: കൊറോണ രോഗികളുടെ ചികിത്സക്കിടയിൽ സംഭവിക്കാനിടയുള്ള വൈറസ് ബാധ തടയുകയാണ് PPE കിറ്റ് ഉപയോഗിക്കുന്നതിലെ ഉദ്ദേശ്യം. ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ആണ് PPE. അടുത്തതൊരു ചോദ്യം: ലോകാരോഗ്യ സംഘടന അഥവാ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിലവിലെ മേധാവി അഥവാ ഡയറക്ടർ ജനറൽ ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ഉത്തരം ടെഡ്രോസ് അദാനം. പേര് ഓർമ്മിച്ച് വയ്ക്കുക, ടെഡ്രോസ് അദാനം ആണ് ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: കൊറോണ വൈറസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ സമിതിയുടെ ചെയർമാൻ ആര്? ഉത്തരം അമിതാഭ് കാന്ത്. അമിതാഭ് കാന്താണ് കൊറോണ വൈറസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ സമിതിയുടെ ചെയർമാൻ. പഠിച്ചു വെക്കുക. അടുത്തത് ചോദ്യം: COVID-19 പോരാടാൻ വേണ്ടി രൂപീകരിച്ച COVID-19 ഇക്കോണമിക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്നത് ആര്? COVID-19 പോരാടാൻ വേണ്ടി രൂപീകരിച്ച COVID-19 ഇക്കോണമിക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്നത് ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് COVID-19 പോരാടാൻ വേണ്ടി രൂപീകരിച്ച ഇക്കോണമിക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം കൊടുക്കുന്നത്. അടുത്തത്: കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് വാട്സപ്പിലൂടെ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം വാട്സപ്പ് ചാറ്റ് ബോട്ട്. വാട്സപ്പ് ചാറ്റ് ബോട്ട് ആണ് കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് വാട്സപ്പിലൂടെ ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം: കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബ്രേക്ക് ദി ചെയിൻ 2ാം ഘട്ട പ്രചാരണം അറിയപ്പെടുന്നത് ഏതു പേരിൽ ആണ്? ഉത്തരം തുടരണം ഈ കരുതൽ. അപ്പം ബ്രേക്ക് ദി ചെയിൻ്റെ 2ാം ഘട്ട പ്രചാരണം അറിയപ്പെടുന്നത് തുടരണം ഈ കരുതൽ എന്ന ക്യാമ്പയിൻ ഈ പേരിലാണ്. അടുത്തത് ശ്രമിക് ട്രെയിൻ. കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ശ്രമിക് ട്രെയിൻ. ശ്രമിക് ട്രെയിൻ
പേര് ഓർമ്മിച്ച് നോക്കുക. കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കുന്നതിന്, ലോക്ക്ഡൗൺ കാലത്ത് കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ശ്രമിക് ട്രെയിൻ. അടുത്തത് ഫസ്റ്റ് ബെൽ. COVID-19 മഹാമാരി മൂലം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇടക്കാല ക്രമീകരണമായി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓൺലൈൻ ക്ലാസ് പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കൈറ്റ്, KITE കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിക്ടേഴ്സ് വിദ്യാഭ്യാസ ചാനൽ ആണ് ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നത്. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി COVID-19 ചികിത്സക്ക് പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം ഏത്? ഉത്തരം: ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 ചികിത്സക്ക് പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം. അടുത്ത ചോദ്യം: COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചേസ് ദി വൈറസ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: മഹാരാഷ്ട്ര. അപ്പം മഹാരാഷ്ട്രയുടെ COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടന്ന ക്യാമ്പയിൻ ആണ് ചേസ് ദി വൈറസ് ക്യാമ്പയിൻ. അടുത്തത്: ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെ? ഉത്തരം: ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത്. അതുപോലെ അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെ? ഉത്തരം: മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഓർമ്മിക്കുക. അടുത്ത ചോദ്യം: കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് മദ്യവിതരണത്തിനായി കേരള ബീവറേജസ് കോർപ്പറേഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം: ബെവ്ക്യൂ, BEVQ. അപ്പം ബെവ്ക്യൂ ആണ് കോവിഡ് കാലത്തെ, ലോക്ക്ഡൗൺ കാലത്തെ മദ്യവിതരണത്തിനായി കേരള ബീവറേജസ് കോർപ്പറേഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ബെവ്ക്യൂ ആപ്പ് തയ്യാറാക്കിയ കമ്പനിയാണ് ഫെയർകോഡ്. അത് ഓർമ്മിച്ച് നോക്കുക. അടുത്ത ചോദ്യം: കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുതിർന്ന ജനങ്ങളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം: ഗ്രാൻഡ് കെയർ. ഗ്രാൻഡ് കെയർ ആണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുതിർന്ന ജനങ്ങളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം: കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം: ഭാരത് പഠേ ഓൺലൈൻ. ഭാരത് പഠേ ഓൺലൈൻ എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ്. കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തി നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭാരത് പഠേ ഓൺലൈൻ. അടുത്ത ചോദ്യം: കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ അഥവാ ദൗത്യം
ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൃതസഞ്ജീവനി. ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വ്യോമസേന ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് അവശ്യ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവ എത്തിക്കുവാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ അഥവാ ദൗത്യമാണ് മൃതസഞ്ജീവനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2020 മാർച്ചിൽ COVID-19 ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റ് ആര്? ഉത്തരം ഗീത റാംജി. ഗീത റാംജി എന്ന വൈറോളജിസ്റ്റ്, ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റായിരുന്നു 2020 മാർച്ചിൽ COVID-19 ബാധിച്ച് മരിച്ചത്. അടുത്ത ചോദ്യം, ക്വാറന്റൈൻ എന്ന പദം ഉത്ഭവിച്ചത് ഏതു ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. ക്വാറന്റൈൻ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അടുത്ത ചോദ്യം, റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം ഏത്? ഉത്തരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, തിരുവനന്തപുരം. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, തിരുവനന്തപുരം സ്വന്തമായിട്ട് റാപ്പിഡ് ടെസ്റ്റിന്, കോവിഡ് ചികിത്സയിൽ ഉപയോഗിക്കുന്ന റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, കൊറോണ എന്ന പേരിലുള്ള നഗരം എവിടെയാണ്? ഉത്തരം കാലിഫോർണിയ. കാലിഫോർണിയ USA-യിലാണ്. ഈ ക്യാപ്സ്യൂൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഗുഡ് ബൈ.